നമ്മളെ ധൈര്യം അവിടെയുള്ളൂ. മശായിഖന്മാരാണെന്ന് പറയപ്പെട്ടാൽ നമ്മൾ പിന്നെ അവിടെ അതബില. നമ്മൾ അവരോട് കളിയില്ല, നമ്മൾ അവർക്കെതിരെ പറയുന്നവരോടാണ് കളി. അവർക്കെതിരെ പറയുന്ന ശരീഅത്തുണ്ട് എന്ന് പറയുന്നവരെ ശരീഅത്താ നമ്മൾ അളക്കുന്നത്. ഔലിയാക്കളെ ശരീഅത്ത് അളക്കാനാ ഒരുത്തം വന്നെങ്കിൽ ഓന് ശരീഅത്തുണ്ടോന്നാ നമ്മൾ നോക്കുന്നത്. നയൽവാദി ശരീഅത്ത് അളക്കാമെന്നതാണ്. അപ്പൊ നമ്മളൊന്ന് തിരിച്ച് അളന്ന് നോക്കുമ്പോ ഷഹാദത്ത് തന്നെ പോയി കിടക്കാണ്. ഷഹാദത്തിന്റെ മുഖ്യ ഭാഗമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങളിലുള്ള ഷഹാദത്ത് വരെ നഷ്ടപ്പെട്ട് കിടക്കുന്നവൻ, റിദ്ദത്തിലെത്തിയവർ, കുഫറിലെത്തിയവർ, അവരെങ്ങനെ ഔലിയാക്കന്മാരെ ഷഹാദത്ത് അല്ലെങ്കിൽ അവരുടെ വിലായത്തും ശരീഅത്തും അളക്കും? എവിടെ അതിലിപ്പൊന്നു പോലുള്ളത്? എവിടെ അവരുള്ളത്? റസൂലുള്ളാഹിന്റെ കാര്യത്തിലേക്ക് വരാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ പ്രഥമ പരിഗണനയിൽ വരുന്ന സംഭവമാണ് നൂറും മിൻ നൂരില്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങൾ അല്ലാഹുവിന്റെ നൂറല്ലേ? നൂറായതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകതയാണ് ലം യകുല്ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ളില്ലുൻ. ഹബീബായ തങ്ങൾക്ക് ഒരിക്കലും നയലില്ല. കാരണം ലിഅന്നഹു നൂർ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറാണ്. ഈ വിശ്വാസം എല്ലാ ഉലമാവും ഇവിടെ പഠിപ്പിക്കുകയാണ്, എല്ലാ മശായിഖും പഠിപ്പിക്കുകയാണ്. മദ്രസ പാഠപുസ്തകം മുതൽ എല്ലാവരും ഒന്നിച്ച് രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഇവര് നേതാക്കളായി പറയുന്നവർ വരെ. സുലൈമാൻ ഉസ്താദ് ഇടപെട്ടോട്ടെ, എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരുന്നുണ്ട്. സുലൈമാൻ ഉസ്താദും AP ഉസ്താദും ഇടപെടാൻ പോവാണ്. എന്നിട്ട് നിയൽവാദിയെയും ഞാൻ കൊണ്ടുവരും. വരട്ടെ. നിങ്ങളെ 100 കൊണ്ട് സൃഷ്ടിച്ച് 100ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ നടക്കുന്ന സമയത്ത് നദില് കാണൂല. അതാണ് ഇപ്പോഴും അത് തന്നെയല്ലേ തർക്കം. നബി സല്ലല്ലാഹു അലൈഹി ഞങ്ങൾ ഷാർ മുബാറക്ക് നദില് കാണുന്നുണ്ട് തർക്കിച്ചുകൊണ്ടിരിക്കല്ലേ. യഥാർത്ഥ ഷാർ മുബാറക്ക് ആണെങ്കിൽ അതിൻ്റെ നദില് കാണൂല, അത് വളരുമൊക്കെ ചെയ്യും. അത് റസൂൽ തങ്ങൾ വഫാത്തായിട്ടില്ല, മറിഞ്ഞു പോയിട്ടുള്ളൂ. ഹബീബായ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനിയിപ്പോൾ നമ്മൾ സഫറിലാണുള്ളത്. സഫർ എന്ന് പറഞ്ഞാൽ റബീഇനെ സ്വാഗതം ചെയ്യാനുള്ള മാസമാണ്. ഖുദൂമു ഷഹ്ർ ഹബീബില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മളെ വിഷയങ്ങളിലൊക്കെ എന്നും അങ്ങനെയാണ്. പ്രത്യേകം റബീഉൽ അവ്വൽ ആവുമ്പോൾ അടിസ്ഥാനം ഷഹാദത്തിന്റെ മുഖ്യ ഘടകം അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. എപ്പോൾ പേര് കേട്ടാലും അതാണ് നമ്മുടെ സദസ്സിന്റെ ഭംഗിയും. സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. ഹബീബായ തങ്ങൾ ആരാ? നൂറാണ്. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. പരിശുദ്ധ ഖുർആൻ. നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അല്ലാഹുവിൽ നിന്ന് ആര്? നൂറുൻ. നൂറ് എന്ന് പറഞ്ഞാൽ ആരാ? അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വകിതാബും മുബീൻ. അതും ആരെന്നെയാണ്? വലിയ കിതാബാരാ? വലിയ കിതാബാരാ? അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കിതാബ് ഒഴിവാക്കിയിട്ട് മറ്റേ കിതാബിന്റെ പിന്നാലെ പോയാൽ ഒന്നും കിട്ടൂല. കിതാബും മുബീൻ എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റതുവാ തഫ്സീർ പലതും ഉണ്ടാവും. അപ്പൊ ഹബീബായ തങ്ങൾ നൂറാണ്. നൂറായത് കൊണ്ട് തന്നെ അവിടുത്തെ പ്രത്യേകത നൂറായ സമയത്തൊന്നും നേര് പാടില്ല. നൂറല്ലാത്ത സമയമുണ്ടോ? ഇല്ല. അപ്പൊ എല്ലാ സമയത്തും നൂറാണ്. നൂറാവുമ്പോഴൊന്നും എന്താവാൻ പറ്റൂല? നെയ്യലുണ്ടാവാൻ പറ്റൂല. നെയ്യലുണ്ടായാൽ ആ സമയത്ത് നൂറല്ലെന്ന് പറയേണ്ടി വരും. നൂറല്ലാത്ത ഒരു റസൂലില്ല. ഷഹാദത്ത് ശരിയാവൂല. അവിടെ വളരെ ഇത് ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് സുലൈമാൻ ഉസ്താദ് പറഞ്ഞില്ല നൂറാണ്, അതുകൊണ്ടില്ല. ഇനി അത് സെക്രട്ടറി പറയട്ടെ, എൻ്റെ ഷെയ്ഖും ഗുരുവും പറയട്ടെ. എൻ്റെ അല്ല, ഞാൻ ഉദ്ധരിച്ച് പറഞ്ഞു.
വിളക്ക് പോലെ അള്ളാഹുവിന്റെ റസൂല് അതാ കത്തിപ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ലം യകുൻ ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ളില്ലുൻ, അള്ളാഹുവിന്റെ റസൂലിന് നിഴല് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഏത് സാധനത്തിനും നിഴലുണ്ട്. സൂര്യന് നിഴലുണ്ടോ? സൂര്യന് നിഴലുണ്ടോ? സൂര്യൻ അത് കത്തിച്ചൊലിക്കുമ്പോൾ അതിന് നിഴലുണ്ടോ? ഇല്ല. പിന്നെ എന്ത്? ആ സൂര്യനേക്കാൾ 10,000 ഇരട്ടി പ്രകാശമുള്ള റസൂലുള്ളാഹിക്ക് നിഴലില്ല എന്ന് പറയുമ്പോൾ എന്തിനാണോ നീ സംശയിക്കുന്നത്? എന്തിനാണോ നിഴൽവാദി നീ സംശയിക്കുന്നത് എന്നാ ചോദിച്ച്. അത് മൂപ്പര് പറയാ മാത്രല്ല, ഈ കിതാബോക്കിങ്ങള് അൽ-ലവായിദുൽ വജിദിയ്യ ഫീ ശറഹിൽ ഖസായിദിൽ വിത്രിയ്യ ഫീ മദ്ഹി ഖൈരിൽ ബരിയ്യ ഫദീലത്തു ശൈഖ് അബൂബക്കർ അഹ്മദുൽ മലൈബാരി. അതാണ് നമ്മളെ എ പി ഉസ്താദ് എന്ന് പറയുന്ന ആള്. മൂപ്പരിതാ വിത്രിയന്റെ ശറഹ ആ ബൈത്ത്, ബിനൂരി റസൂലില്ലാഹി അസ്റഖത്തിദ് ദുനാ ഫഫീ നൂരിഹി കുല്ലുൻ യജീഉ വയദ്ഹബു. എന്താണ് ആ ബൈത്ത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൂറ് കൊണ്ടാണ് ദുനിയാവ് മുഴുവനും പ്രകാശിക്കുന്നത്. അതിന്റെ വിശദീകരണത്തിൽ മൂപ്പര് എഴുതുകയാണ്. ആരേ? എൻ്റെ ഗുരു, എൻ്റെ ശൈഖ്. മൂപ്പര് പറഞ്ഞാൽ പിന്നെ രണ്ടാം വാക്കില്ല. കാലഹു നിയൽവാദി വലി കൗനി ഹഖീഖത്തിഹി നൂറാനിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖീഖത്ത് തന്നെ, ഹഖീഖത്ത് പറഞ്ഞാൽ എന്താണോ അത് ആ പറഞ്ഞ സംഭവം അത് തന്നെ നൂറായതുകൊണ്ട് മാ കാന ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ദില്ലുൻ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഒരിക്കലും നിഴലില്ല. ലിഅന്ന നൂറ ലൈസ ലഹു ദില്ലുൻ, നൂറിന് എവിടെ നിന്ന് നിഴലുണ്ടാകാനാണ്? അപ്പൊ എഴുത്തിലും പറച്ചിലൊക്കെ പറയാൻ കേട്ടോ. ഇനി ഞാൻ കിതാബ് ഇങ്ങനെ ഓരോന്നോരോന്ന് കൊണ്ടുവരാം. അതിൻ്റെ ഇടയ്ക്ക് നിഴൽവാദി ഓരോ വാദങ്ങളേറ്റ് വരും ചെയ്യും. ഇത് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞതാണ്. ചിലർക്കൊരു സംശയം, മൂപ്പരിത് എപ്പോഴോ ഒന്ന് പറഞ്ഞു പോയതാണ്. അപ്പം ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, ഞങ്ങളതിൽ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളാണ്. ആദർശപരമായ വിഷയങ്ങളിൽ തന്നെ എന്തോന്ന് പറഞ്ഞു പോയപ്പോഴേക്ക് പിടിച്ചു കൊത്തുന്ന ഏർപ്പാടില്ല. ആ പറഞ്ഞത് ഓർമ്മയോടെ പറഞ്ഞതാണോ എന്ന് നോക്കണമല്ലോ. ചിലപ്പോൾ വാക്കുകൾക്കിടയിൽ പറഞ്ഞു പോകും. അങ്ങനെയാണോ? തിരുത്തുന്നുണ്ടോ? അതിനാണ് നമ്മൾ നിഴൽവാദം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്? കൃത്യമായി ആദ്യ സമയത്ത് നമ്പർ ഇട്ട് അതിൻ്റെ തെളിവുകൾ പറഞ്ഞു കൊടുത്തു, തിരുത്തിക്കോട്ടെ എന്ന് കരുതി. പിന്നെയും വന്നു, പിന്നെ നിഴലുണ്ട് എന്ന് തന്നെ പ്രസംഗം തുടങ്ങി, കിതാബ് തന്നെ പറയാൻ തുടങ്ങി തെറ്റിച്ച്. അപ്പോഴാണ് നമ്മൾ ക്ലിപ്പിട്ട്. എല്ലാം എങ്ങനെയാണ്? ഇപ്പം നമ്മൾ ഓരോ ക്ലിപ്പിട്ട് ഒരു പിന്നെ TMC ഇതൊക്കെ എന്നോ കാലത്ത് നമ്മളെടുത്തില്ലേ? ഓരോരുത്തുണ്ടല്ലോ, നമ്മളെടുത്ത് തരുന്നതിന് മുമ്പ് ഓരോരുത്തുണ്ടല്ലോ. എത്ര കാലം മുമ്പ് ഈ സംഭവമൊക്കെ ഉണ്ട്. ശംസുൽ ഉലമ റളിയല്ലാഹു അൻഹു വരെ സംസാരിക്കുന്നുണ്ട് അറിയുമ്പോൾ എത്ര കാലത്ത് റെഡി ആയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യം ഓൽക്കില്ല. ഓലെ സംബന്ധിച്ചിടത്തോളം മശായിഖിന് അങ്ങനെ ഒരു ക്രെഡിറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ ആ വിഷയം നമ്മൾ അതിലേക്ക് ഒരു നിർബന്ധിപ്പിച്ചതാണ്. നമ്മൾ ഔലിയാക്കന്മാർ, മശായിഖന്മാർ അവരെടുത്ത് നിങ്ങളെ നേതാക്കൾ വരുന്നുണ്ട് എന്നുള്ള സത്യം പറഞ്ഞപ്പോൾ നിഷേധിച്ചതാണ് ഇവർ. അപ്പോൾ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു, അപ്പോൾ അത് എഡിറ്റിംഗാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നിങ്ങൾ തന്നെ വീഡിയോ പുറത്തു വിട്ടു. പിന്നെയാണ് നമ്മൾ പറയാൻ തുടങ്ങിയത്. തുടങ്ങിയാൽ പിന്നെ നമ്മൾ നിർത്തലുമില്ല. അത് ലോകം അറിയേണ്ട ഒരു കാര്യമാണ്. പണ്ടേ അതുണ്ടേനു. നമ്മളങ്ങൾക്ക് അറിയില്ലേ? പിന്നെ ബഹുമാനപ്പെട്ട ഇമാമിനെ ഷാഫി ഇമാമിൻ്റെ സമീപത്ത് ശൈബാനുർ റായി തങ്ങൾ വന്നത്, ചോദിച്ചത്, ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാ. അന്ന് പിന്നെ വീഡിയോ ഇല്ലാത്തതുകൊണ്ട് അതില്ലാന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ ഉണ്ട്. ശൈബാനുർ റായി തങ്ങളെടുത്ത് വന്നതും ചോദിച്ചതും ഒക്കെ സാക്ഷികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ ത്വാലിബുൽ മക്കി തങ്ങളെ ഖൂത്തുൽ ഖുലൂബിൽ അതിലുണ്ട്, ഗസാലി ഇമാമിൻ്റെ ഇഹ്യയിലുണ്ട്. ആരാ പറയാത്തത്? അപ്പം ഇതൊക്കെ അന്നേ രേഖപ്പെടുത്തുന്നതാണ്. ആവശ്യമായി വരുമ്പോഴാണത് പറയാം. ചുരുക്കി പറഞ്ഞാൽ മശായിഖുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വരെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഞങ്ങളെ അതിലേക്ക് കൊണ്ടുവരുമ്പോഴാണ്. ഇതുപോലെ നിഴൽവാദിക്ക് നമ്മൾ അവസരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ അവസരത്തിൽ അയാൾ ചെയ്തതെന്താ? പിന്നെയും പിന്നെയും അത് തെളിയിക്കാൻ നോക്കി. അപ്പോഴാണ് നമ്മൾ രംഗത്ത് വന്നത്.
ഇത് ഏടുന്നായിരുന്നു തുടക്കം? ഡേറ്റ് പറഞ്ഞോ? 2013 നവംബർ 28 ഫല്ലാഹു ഖൈറുൻ ഹാഫിള എന്ന് മുതലക്കുളത്തെന്ന് പറഞ്ഞ് നേരെ വാണം വിട്ട പോലെ നാദാപുരത്ത് പോയതാ. ആ നാദാപുരത്ത് നിന്ന് തന്നെ എന്ത് ചെയ്തു? നെയ്യൽ പ്രസംഗം നടന്നു. നെയ്യൽ പ്രസംഗത്തിന്റെ ആദ്യഘട്ടം എന്തായിരുന്നു? പ്രസംഗത്തിൽ ഒരു ഹദീസ് പറയുന്നു, സൈനബ് ബീബി റളിയല്ലാഹു അൻഹ നെയ്യൽ കണ്ടു. ആരാ നെയ്യല്? നെയ്യലില്ലാത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ പറഞ്ഞ് ആ ഹദീസ് പറഞ്ഞിട്ട് അതിൻ്റെ ലാസ്റ്റ് ചോദ്യോത്തരത്തിനുള്ള അവസരം കൊടുത്തു. ചോദ്യകർത്താവിനെ നേരത്തെ തന്നെ ഇയാൾ നിർത്തിയതാണ്. കാരണം ആ ചോദ്യകർത്താവിനെ ഞാൻ അറിയുന്ന ആളാണ്. അത് എന്നോട് പറഞ്ഞിട്ട് ആ ചോദ്യം എഴുതി കൊടുത്ത് ഞാൻ ചോദിച്ചതാണ്, എൻ്റെ വകയിലല്ല. എന്തായിരുന്നു ആ ചോദ്യം? ഉസ്താദ് പറയുന്നു സൈനബ് ബീവി നെയ്യൽ കണ്ടു റളിയല്ലാഹു അൻഹ, എന്നാൽ നമ്മളൊക്കെ പഠിച്ചത് നെയ്യലില്ല എന്നാണല്ലോ, ഇത് രണ്ടും എതിരല്ലേ എന്ന് അയാൾ തന്നെ എഴുതി കൊടുത്ത ചോദ്യം ഒരു സഹോദരൻ ചോദിക്കുന്നു. ആ ചോദ്യത്തിന് അയാൾ കൊടുത്ത മറുപടിയാണ് ഇവിടെ ഏറ്റവും വലിയ ചർച്ചയായത്. ആ ചോദ്യോത്തരം ഒന്ന് കേൾക്കാം നമുക്ക്. ഉസ്താദ് പ്രസംഗത്തിൽ നേരത്തെ ഉദ്ധരിച്ചൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ കണ്ടു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ നബി തങ്ങൾക്ക് നിഴൽ ഉണ്ടാവാറില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് നേരത്തെ ഞാൻ മുസ്നദിൽ ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറയുന്നതും ഇവിടെ നിഴൽ കണ്ടു എന്ന് പറയുന്നതും തമ്മിൽ എതിരില്ല. എന്തുകൊണ്ട്? നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലക്കും നിഴലില്ല എന്നല്ല. നിഴൽ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞത് എപ്പോഴും എവിടെയും എങ്ങനെയും നിഴൽ ഉണ്ടാകാറുണ്ട് എന്നുമല്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. എപ്പോഴും എവിടെയും എങ്ങനെയും നിഴൽ ഉണ്ടാകാറുണ്ട് എന്നല്ല, ഉണ്ട് എന്ന് പറഞ്ഞതിനർത്ഥം ആ സമയത്ത് അപ്പോൾ നിഴൽ കണ്ടിട്ടുണ്ട്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചിലപ്പോൾ നിഴൽ കാണാറില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഒരു ഔദാര്യം, ചിലപ്പോൾ നിഴൽ കാണാറില്ല. അപ്പൊ കൂടുതലും എന്താ ഉണ്ടാകല്? നിഴൽ കാണാറാണ് എന്നിട്ട് അയാളിങ്ങനെ വളഞ്ഞ് തിരിച്ച് കൊണ്ടുവരികയാണ്. അത് കാരണം എന്താ? നിഴലില്ല എന്ന് പറയാനുള്ള കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലുണ്ടായാൽ ചിലപ്പോ ആ നിഴലിൽ ചവിട്ടിപ്പോവും, അല്ലെങ്കിൽ അത് ചെളിയായ ഭാഗത്തിലൂടെ പോകും. അതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിലില്ല എന്നാണ്, അല്ലാത്ത സ്ഥലത്ത് ഉണ്ട്. ഇതായിരുന്നു അന്ന് പറഞ്ഞത്. നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ പറഞ്ഞു ഹബീബായ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ തങ്ങൾക്ക് നിഴലില്ല എന്നതിന്റെ കാരണം ലിഅന്നഹു നൂറുൻ, ആ ഹബീബായ തങ്ങൾ ആരാണ്, എന്താണ്? നൂറാണ് എന്നതാണ്. മറ്റത് അതിന്റെ ഹിക്മത്തുകളാണ്. നൂറാണ് എന്നതാണ് കാരണം. നൂറാണ്, അതുകൊണ്ടില്ല. എപ്പോഴൊക്കെ നൂറാണ്, അപ്പോഴൊന്നുമില്ല. നൂറല്ലാത്ത അവസ്ഥ ആർക്കില്ല. ത്വാഹ റസൂലുള്ളാഹ്. ഇതാരാ രേഖപ്പെടുത്തിയത്? ഇത് രേഖപ്പെടുത്തിയത് സ്വഹാബികളാണ്. സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് قال لم يكن لرسول الله صلى الله عليه وسلم ظل ولم يقم مع شمس قط إلا غلب ضوءه ضوء الشمس. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യന്റെ പ്രകാശത്തിൽ നിന്നാൽ, ഏത് പ്രകാശത്തിൽ നിന്നാലും അതിനൊക്കെ മികച്ചു നിൽക്കും അവിടുത്തെ നൂറ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിഴൽ കാണാത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരാ രേഖപ്പെടുത്തിയത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, രണ്ട് ഇത് രേഖപ്പെടുത്തിയ ആള് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ തങ്ങൾ പറയാണ് റസൂലുള്ളാഹിനോട് തന്നെ, ഇന്നല്ലാഹ മാ ഔഖഅ ളില്ലക അലൽ അർള്, ഒരിക്കലും ഹബീബായ തങ്ങളെ അങ്ങയുടെ ഭാര്യ ആയിഷ ബീവി ഒരിക്കലും അങ്ങനെ ഉണ്ടാവൂല. കാരണം എന്താ? അങ്ങയുടെ നിഴലിനെ വരെ അല്ലാഹ് സൂക്ഷിച്ചിട്ടുണ്ട്. സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഇനി സ്വഹാബിയായ ദഖ്വാൻ തങ്ങൾ ഇതേ സംഭവം പറയുന്നു. ലം യകുൻ യുറാ ലഹു ദില്ലുൻ. ഇതൊക്കെ റൂഹുൽ ബയാൻ തഫ്സീറിലും
ഇബ്നുൽ മുബാറക് തങ്ങളുടെ മുസ്നദിലും ഷറഫുൽ മുസ്തഫ ഹിജറ 407 രേഖപ്പെടുത്തപ്പെട്ട കിതാബ്, ഇതിലൊക്കെ സനദ് സഹിതം മഹാനായ ഖാദി ഇയാദ് തങ്ങൾ അവിടെ തശ്ശീഫ പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തി. അപ്പൊ ഒരിക്കലുമില്ല, കാരണം നൂറാണ് എന്നതാണ്. ഇയാൾ കുടുങ്ങിയത് എവിടെയെന്നറിയോ? ഇയാൾ ഫസ്റ്റ് തന്നെ പറഞ്ഞത് അബദ്ധത്തിലായി പോയി. കാരണം എന്താ? സൈനബ് ബീവി റളിയല്ലാഹു അൻഹ കണ്ടു എന്നാ പറഞ്ഞത്. സൈനബ് ബീവി കണ്ടു എന്ന് പറഞ്ഞ തന്നെ കള്ളത്തരം. എന്നിട്ട് നമ്മൾ പ്രസംഗിച്ചപ്പോൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് 10-25 വട്ടം നെയ്യൽ തന്നെ പ്രസംഗിച്ചു. അതാ നമ്മൾ നെയ്യൽവാദി എന്ന് പറയുന്നത് തന്നെ. അവക്ക് ആ പ്രസംഗം നോക്ക്. ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ സൈനബ ബീവി, ആ സൈനബ ബീവി അല്ലാഹുവിന്റെ റസൂലിന്റെ അംശമല്ല, ഭാര്യയാണ്. വഅസ്വാജുഹു ഉമ്മഹാത്തുഹും എന്ന് പറഞ്ഞ ഭാര്യയാണ്. സഫിയ ബീവിയും അങ്ങനെ തന്നെയാണ്. അല്ലാഹു അവരെ ബറക്കത്ത് കൊണ്ട് നമുക്കൊക്കെ ഹിദായത്തിന്റെ വെളിച്ചം നിലനിർത്തട്ടെ. ആ സഫിയ ബീവി റളിയല്ലാഹു അൻഹയെ അതേപോലത്തെ ദറജയുള്ള മറ്റൊരാളല്ലേ സൈനബ ബീവി. ആ ബീവി എന്ന് പറഞ്ഞുപോയി, യഹൂദി പെണ്ണ് എന്ന് പറഞ്ഞുപോയി. അതിന്റെ പേരിൽ ഹജ്ജിന് പോയ സമയത്ത് പോലും അള്ളാഹുവിന്റെ റസൂല് പിന്നെ മിണ്ടിയില്ല, കൂടെ കിടന്നില്ല, കൂടെ ഇരുന്നില്ല. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടൊരു മാസം കഴിഞ്ഞിട്ടും അതാ മിണ്ടിയില്ല. പിന്നെ 2 മാസം കഴിഞ്ഞിട്ടും മിണ്ടിയില്ല, 3 മാസം കഴിഞ്ഞിട്ടും മിണ്ടിയില്ല. ഇങ്ങനെ മാസങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ സൈനബ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരു ദിവസം ഞാൻ എന്റെ റൂമിൽ നിൽക്കുമ്പോ ഞാനൊരു നിഴല് കാണുന്നു. ഒരു നിഴല് കാണുന്നു. ഞാനിങ്ങനെ നോക്കി നിഴല് നോക്കുമ്പോൾ ഒരു പുരുഷന്റെ നിഴലാണ്. അങ്ങനെയുള്ള പുരുഷന്മാരെ നിഴല് കണ്ടാൽ അവർ തന്നെ തിരിയും. തലയൊക്കെട്ടുണ്ടാവും, നിങ്ങളൊക്കെ പാടുണ്ടാവില്ലേ വലിയ വലിയ ആളുകളാകുമ്പോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഉണ്ടാക്കണ മുട്ടായി ഉണ്ടാക്കണ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുമ്പോ കുപ്പായ ഉണ്ടാവില്ലേ, തലപ്പാവ് ഉണ്ടാവില്ലേ? ഒരു മൊയിലേരായിട്ട് മനസ്സിലാക്കിയതാ. തലപ്പാവ് ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ കറുത്ത തലപ്പാവാവും, ചിലപ്പോൾ പച്ച തലപ്പാകാവും. അതൊക്കെ ഹദീസിലുണ്ട്. വലിയ പാരമ്പര്യം അവകാശപ്പെടുന്നവരാണെങ്കിൽ ഒരു ദിവസം കറുത്ത തലപ്പാവ് വരച്ച അയാൾ ഹദീസിലുണ്ടല്ലോ. പച്ചയും ഉണ്ട്. അത് ധൈര്യം ഉണ്ടാവില്ല. കാരണം എന്താ? നേർച്ച മുടക്കും അല്ലേ? അപ്പോ അതൊക്കെ ഇയാളെ സങ്കല്പനങ്ങളാണ്. സൈനബ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങളെ വരവിനെ കാണുന്ന നിസ്ഫുന്നഹാറിലാണ്, നട്ടുച്ച നേരത്താണ്. നട്ടുച്ച നേരത്ത് ദൂരന്ന് നേല് കണ്ടു എന്നാണ് അർത്ഥം വെച്ച് പിടിച്ച് നമ്മളവിടെ ദൂരന്ന് പോയിട്ട് അടുത്തുള്ള നേല തന്നെ കാണും ആ നേരത്ത്. അപ്പൊ എന്താ അവിടെ ലില്ലി എന്ന് പറഞ്ഞാൽ അത് ഇമാം നസായിയുടെ കുബർ, സുനനുൽ കുബറ നോക്കണം. അതേ ഹദീസ് വിശദീകരിച്ചിടത്ത് ലില്ലി എന്നതിന് പകരം വജ്സ് എന്നാണ് പ്രയോഗിച്ചത്. അപ്പൊ ഹദീസിനെ ഹദീസ് കൊണ്ട് തഫ്സീർ ചെയ്യണം. ദൂരെ നിന്ന് ഒരാൾ പെരുമാറ്റം കണ്ടു എന്നാണ്. അടുത്തെത്തിയപ്പോ മനസ്സിലായത് ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തുകൊണ്ട് അങ്ങനെ വെക്കണം? അഹ്ലുസുന്നയുടെ ഉലമാ മൊത്തത്തിൽ അത് പറഞ്ഞു. ഹിജറ 804 വഫാത്തായ ഇബ്നുൽ മുൽക്കിൻ തങ്ങളുടെ കിതാബ് എടുക്കുക, ഓയത്തു സൂൽ ഫീ ഖസായിസിർ റസൂൽ കാന ഇദാ മശാ ഫി ശംസി അബിൽ ഖമരി ലാ യദ്ഹറു ലഹു ദില്ലുൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യപ്രകാശത്തിലോ ചന്ദ്രനിലാവിലോ നടന്നാൽ ഒരിക്കലും അവിടത്തേക്ക് നിഴല് വരൂല. കാരണം അവിടുന്ന് നൂറായിരുന്നു. ഇനി അതേ സംഭവം ശൈഖ് സക്കരിയ അൽ അൻസാരി കിതാബ് അസ്നുൽ മത്വാലിബ് വകാന ഇദാ മശാ ഫി ശംസി അബിൽ ഖമരി ലാ യദ്ഹറു ലഹു ദില്ലുൻ. ഒരിക്കലും നിഴൽ കാണാത്ത നേതാവാണ്. എന്തുകൊണ്ട്? വജ്അൽനി നൂറ, ഹബീബായ തങ്ങൾ നൂറാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിഴൽ കാണില്ല. ശൈഖ് സക്കരിയ അൽ അൻസാരി തങ്ങളുടെ അസ്നുൽ മത്വാലിബ്. ഇനി മഹാനരായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി അവിടുത്തെ അൽ മിനഹുൽ മക്കിയ, അതില് നമ്മളെപ്പോഴും വായിക്കുന്നതാണ് മഹാനവറുകൾ വമിമ്മാ യുഅയ്യിദു അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാറ നൂറ അന്നഹു കാന ഇദാ മശാ ഫി ശംസി നഹാറ അബിൽ ഖമരി ലൈല ലാ യദ്ഹറു ലഹു ളില്ലുൻ നസ്ലാ. ഒരിക്കലും നയലുണ്ടാവൂല. അപ്പൊ ഇയാളെ ഹദീസ് തെറ്റി, മദ്രസയിൽ വരെ പഠിച്ചത് മാറ്റി, ഉലമാഇന്റെ അഭിപ്രായം മാറ്റി. ഇത് നമ്മൾ പിടിച്ചപ്പോ നേരെ ഒന്ന് ചാടാൻ ശ്രമിച്ചു. വന്ന് എന്താന്ന് പോയത്? നയലില്ല എന്നൊക്കെ കിതാബിലുണ്ട്.
പക്ഷെ തീരെ ഇല്ല എന്ന് പറഞ്ഞാൽ കണ്ണാടിയിൽ നിഴൽ കാണുമ്പോൾ എന്ത് ചെയ്യും? അങ്ങനെയാണ് കണ്ണാടിയിലേക്ക് കൊരങ്ങന്റെ മാതിരിയാ ഒരു ചാട്ടം ചാടി നോക്കി. അതൊന്ന് കണ്ടോളി. ഉദ്ധരിക്കുകയാണ്, സൂര്യന്റെ മുന്നിലോ ചന്ദ്രന്റെ മുന്നിലോ അവിടുത്തേക്ക് നിഴലുണ്ടായിരുന്നില്ല. തീരെ നിഴലില്ലെന്ന് പറഞ്ഞാൽ കണ്ണാടിയിൽ നോക്കിയത് എന്തിനെന്ന് ചോദ്യം വരൂലേ? അതുകൊണ്ട് തീരെ ഇല്ലെന്നോ ഒരു നിലക്കും ഇല്ലെന്നോ പറയാതെ ശംസിന്റെ മുൻ തീരെ ഇല്ല എന്ന് പറഞ്ഞാൽ കണ്ണാടിയിൽ നോക്കുമ്പോ ആരെയും ചോദിക്കോ ഇയാൾ എന്താണ് ഭക്ഷിക്കുന്നതെന്നുള്ള സംശയം അല്ലേ? നിയല് തീരെ ഇല്ല. ലം യകുല്ലഹു ദില്ലുൻ നസ്ല. നിയലില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇയാൾ പറയും. കാരണം എന്താ? നിയലില്ല പറഞ്ഞാൽ എപ്പോഴും ഇല്ല എന്നല്ലാന്നാണ് മായന. അപ്പൊ നിയലില്ല എന്ന് പറഞ്ഞിടത്ത് തീരെ ഇല്ല എന്ന് പറയാൻ പാടില്ല. കാരണം കണ്ണാടിയിൽ കാണുമല്ലോ. കണ്ണാടിയിൽ ആരെ നിഴല് കാണും? അത് തന്നെ നമ്മൾ പൊളിച്ചിട്ടുണ്ട്. മാത്രല്ല നമ്മൾ ഒറ്റ ചോദ്യം ചോദിച്ചു, കണ്ണാടിയും പ്രകാശ നിഴലക്കാട് നിൽക്കട്ടെ, സൈനബ് ബീവി കണ്ടു എന്നല്ലേ പറഞ്ഞത്? സൈനബ് ബീവി ഏത് കണ്ണാടിയിലാ കണ്ടത്? സൈനബീന്റെ വീട് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസിന്റെ കൊട്ടാരാ? ചോദ്യം വന്നു, കുടുങ്ങി. ഉടനെ അയാൾ അടുത്ത വാചകത്തിൽ പറഞ്ഞു, പിന്നെ റസൂല് നൂറാണെന്ന് പറഞ്ഞാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രകാശം ഉണ്ടാകണം എന്നില്ല. പ്രകാശമുള്ള നേരവുമുണ്ട്, പ്രകാശമില്ലാത്ത നേരവുമുണ്ട്. രണ്ട് നേരം മൂപ്പരുണ്ടാക്കാണ്, നൂറിനെ ഭാഗിക്കുകയാണ്. വെറുതെ അല്ല ഇയാൾക്ക് ഷഹാദത്തില്ലെന്നും ഇയാൾ ഇസ്ലാമിൽ തന്നെ ഉണ്ടോ എന്ന് മുശാവറ എന്ന ഒരു സാധനമുണ്ടെങ്കിൽ പരിശോധിക്കണമെന്നും ഞങ്ങൾ പറയാൻ കാരണം കേട്ടോളൂ. നൂറിനെ രണ്ടായി ഭാഗിച്ചു. അതൊക്കെ നമ്മൾ കൃത്യമായി അന്ന് പറഞ്ഞതാണ്. ചിലർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് ഇയാൾ എപ്പോഴോ ഒന്ന് പറഞ്ഞു പെട്ടതാണെന്ന്. അല്ല, ഇതിനു വേണ്ടി അയാൾ മാസങ്ങളോളം വർഷങ്ങളോളം നെയ്യലുണ്ടെന്ന് സ്ഥാപിക്കാൻ നടന്നിട്ടുണ്ട്. മാത്രല്ല ഞമ്മക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞമ്മക്കായി പറയണൊക്കെ, പക്ഷേ വരവ് ചെലവ് നോക്കുമ്പോ ഒക്കണില്ല. അപ്പൊ നിർത്തിപ്പോയതാ. ശിങ്കിടികൾ ഇറക്കി നോക്കി, അറ്റാക്ക് ചെയ്തു. പിന്നെ അങ്ങോട്ട് നാടന്മാരിറക്കി നോക്കി, ഒന്നും ഇങ്ങോട്ട് ലെവലാകണില്ല. അപ്പോഴാണ് എന്ത് ചെയ്തത്? എന്നാ പിന്നെ നമുക്ക് ഇതൊന്ന് നിർത്തി നോക്കാൻ, ചാനൽ പൂട്ടിച്ചു നോക്കാം, കള്ളക്കേസ് കൊടുത്തു നോക്കാം, ഇതൊക്കെയായത്. അങ്ങനെയാണ് 4 വഴിക്കും കള്ളക്കേസുകളും ചാനൽ പൂട്ടലുകളും പരിപാടിക്ക് ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യലും. അപ്പൊ നമ്മൾ പറഞ്ഞു അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് മശായിഖിന്റെ നിർദ്ദേശത്തിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1000 കള്ളക്കേസ് കൊടുത്താലും എന്തെല്ലാം ഉണ്ടാക്കിയാലും ഈ മഹത്തായ ആദർശ മുന്നേറ്റ പ്രയാണത്തിൽ നിന്ന് 1 ഇഞ്ച് പിന്നോട്ട് പോകാൻ ഞങ്ങൾ ഇല്ലെന്ന് മാത്രമല്ല, ഈ ദൗത്യം ഞങ്ങൾ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഇത് പറഞ്ഞപ്പോ പിന്നെങ്ങനെ വട്ടം കറങ്ങും. ഇനിയിപ്പോ എന്താ ചെയ്യാ? കേസ് കൊടുത്തിട്ടും കാര്യമില്ല ഏറ്റങ്ങൾക്ക് എന്നാണ്. ഞങ്ങളിനി ഇന്ത്യ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് അതിന് ഭയപ്പെടാനില്ല. തിരിച്ച് ഞങ്ങളൊന്ന് കേസ് കൊടുക്കാൻ ഒരുങ്ങിയാൽ എന്താ നിങ്ങളെ അവസ്ഥ? നിങ്ങളെ നിയൽവാദിക്ക് പോലീസ് സ്റ്റേഷനിൽ എഴുന്നേറ്റ് പോകാൻ സമയം ഉണ്ടാവും? അതിന് മാത്രം രേഖകളും മൊഴികളും ഒക്കെ ഞങ്ങളെ കയ്യിലുണ്ട്. പിന്നെ അതല്ലല്ലോ നമ്മളെ വിഷയം. നമ്മളെ വിഷയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചത്. നിങ്ങൾ അമ്പിയാക്കളെ അനന്തരക്കാരാന്ന് പറയുന്നുണ്ട്. ശംസുലമക്കും കണ്ണിയത്ത് ഉസ്താദിനും എതിരെ കേസ് കൊടുത്ത് തുടങ്ങിയതാ. പിന്നെ ഇവരെ കൊടുത്തുകൊണ്ടേ ഇരിക്കും. അതൊരു ശാപ. ശംസുലമയും കണ്ണിയത്ത് ഉസ്താദും പ്രായമായ കാലത്ത് കള്ളക്കേസ് കൊടുത്ത് അവരെ കോടതി കയറ്റാൻ ശ്രമിച്ച ടീമല്ലേ. അവർക്ക് ഈ കുരുത്തക്കേട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. പറയും ഞങ്ങൾ അനന്തരാവകാശികളാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു, അനന്തരാവകാശികളാവുമ്പോ അമ്പിയാക്കന്മാരെ സ്വഭാവമാണല്ലോ ഉണ്ടാകണ്ടി. ഒരു നബി വേറൊരു നബി 2 നബിയൊക്കെ ഒന്നിച്ചുള്ള കാലം ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പൊ ലൂത്ത് നബി ഇബ്രാഹിം നബിയൊക്കെ ഒരു കാലത്തുള്ള ആളാ അലൈഹിമുസ്സലാം. അപ്പൊ ഒരു നബിന്റെ പണി വേറൊരു അമ്പിയക്ക് കേസ് കൊടുക്കല? അങ്ങനെ ഉണ്ടോ? ഒരു ഷെയ്ഖ് വേറൊരു ഷെയ്ഖിന് കേസ് കൊടുക്കാം. 4 ഇമാമിങ്ങൾ ഇവിടെ ഒരു കാലത്ത് ജീവിച്ചിട്ടുണ്ട്. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളും ഷാഫി ഇമാമും ഒരു കാലത്ത് ജീവിച്ച ആളാ. അപ്പൊ ഒരു ഇമാമിന്റെ പണി അപ്പുറത്തെ ഇമാമിന് കള്ളക്കേസ് കൊടുക്കാം. ഇതൊക്കെയാണോ നിങ്ങൾ ഈ പറയുന്ന അനന്തരം എന്ന് പറയുന്ന വിറാസത്ത്?
ഇതിനൊക്കെ ലോക ചരിത്രത്തിൽ എവിടെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഒരു നദീർ, എന്തെങ്കിലും ഒരു സംഭവം ഒരു സ്ഥലത്തും നിങ്ങൾക്ക് പറയാനില്ല. നിങ്ങളിങ്ങനെ അനന്തര എന്ന് പറയുന്നല്ലാതെ അനന്തരത്തിലുള്ള ഒരു സംഭവം ഇവിടെ നിങ്ങളെടുത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, ഇവിടെ അതിനൊക്കെ ശരീഅത്തുണ്ട്, നിയമമുണ്ട്. ഓരോന്നും അങ്ങനെയല്ലേ. ഇപ്പോൾ ഒരു വീട്ടിലൊരു ഉമ്മ മരിക്കുന്നു, ഒരു ഉമ്മ മൗത്താകുന്നു. ആ ഉമ്മക്ക് 8 മക്കളുണ്ട് എന്ന് വിചാരിച്ചോളൂ. ഉദാഹരണം പറയാണ്, എക്സാമ്പിൾ. അതിൽ 2 മോന് AP സുന്നിയാണ്, വേറെ 2 മക്കള് ഈക്ക സുന്നിയാണ്, വേറെ 2 മക്കള് സംസ്ഥാന സുന്നിയാന്ന് വിചാരിച്ചോളി, വേറെ 2 മക്കള് ദക്ഷിണ കേരളയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘം എടുത്തോളി. എന്നാൽ അവിടെ ഈ ഉമ്മയുടേതാണ് ഈ വീട്, എല്ലാവർക്കും ഒരുപോലെയാണ് ആ വീട് എങ്കിൽ ഏതെങ്കിലും ഒരു ടീമിന് വരാമെന്നും മറ്റുള്ളവർക്കാണ്ട് കടക്കാൻ പാടില്ല എന്നും അങ്ങനെ ഒരു ശറഉണ്ടോ? അങ്ങനെ ഒരു ശരീഅത്തുണ്ടോ? അങ്ങനെ ഒരു നാട്ടു നടപ്പെങ്കിലും ഉണ്ടോ കൂട്ടരെ? എവിടുന്ന് എഴുന്നേറ്റ് വരിക? നിങ്ങൾ ആരെയായി ഭയപ്പെടുത്തുന്നത്? ചെയ്യുന്നതിന് അതിനൊരു ശറഇല്ല ഇവിടെ, ഒരു ഉറുഫില്ല ഇവിടെ, ഒരു നാട്ടു നിയമം ഇവിടെ അല്ലേ? ഇന്ത്യ രാജ്യത്ത് വലിയ തെറ്റാണ് ഊരുവിലക്ക് എന്നുള്ളതൊക്കെ. ഊരുവിലക്ക് പറഞ്ഞാൽ വല്ലതും നിങ്ങൾക്ക് അറിയോ? ഒരു വീട്ടിൽ അവകാശമുള്ള ഒരാളെ ഒറ്റപ്പെടുത്താൻ ആഹ്വാനം ചെയ്യുന്നത് ഇവിടത്തെ കോടതിയോ? നിങ്ങൾക്കതിന് വ്യാജ സമസ്ത നിങ്ങളെ എല്ലാ അർത്ഥത്തിലും പറയേണ്ടതാണ്. ലോഹിറംബ ബാത്തിനൻ, കോടതി നിങ്ങളെ കാര്യത്തിൽ വിധി പറഞ്ഞു, നിങ്ങൾ സമസ്തയല്ല. അതാണ് ലോഹിറൻ ബാത്തിനൻ പറയേണ്ടത്. മശായിഖ അവരെന്നോ പറഞ്ഞു പോയി എന്ത് നിങ്ങൾ പുറത്താണ്. അതിന് പ്രതിനിധിയായിട്ട് ശംസുലുലമയാണ് ആ പ്രസ്താവന നടത്തിയത്. അപ്പൊ നിങ്ങളെ കാര്യം ഏത് നിലക്ക് നോക്കിയാലും പോക്കാണ്. കാരണം നിങ്ങളുടെ അടിസ്ഥാനം അത് ഷഹാദത്ത് നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. 100നെ 2 എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ അതിന്റെ സംഭവം? ഒന്നും തിരിഞ്ഞിട്ടില്ല എന്നല്ല. ഇവനാരെ ആലിമാക്കി ഒന്ന് കേട്ടോളൂ, അയാളുടെ അന്നത്തെ ഒരു പൊട്ടത്തരം. ചില പണ്ഡിതന്മാര് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖൗലായി വന്ന ഹദീസ് ഉണ്ടല്ലോ, പ്രാർത്ഥനയിൽ എന്നെ പ്രകാശമാക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ. അവിടുത്തെ ശരീരത്തിന് ചിലപ്പോൾ പ്രകാശം അല്ലാതെ തന്നെ കാണുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടിട്ടില്ലേ? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കാൻ കഴിയൂല. കണ്ടോ നിങ്ങൾ, സഹീഹുൽ ബുഖാരിയിൽ ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നു. ആ നിസ്കരിക്കുന്ന സമയത്ത് ഭാര്യയുടെ കാല് മുന്നിലുണ്ട്. നബി തങ്ങളുടെ മുമ്പിൽ ഭാര്യ ഇങ്ങനെ വിലങ്ങനെ കിടന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയുടെ കാല് കൈകൊണ്ട് വെക്കുന്നു. ഇരുട്ടിൽ നിസ്കരിക്കുമ്പോ നബി തങ്ങൾ സുജൂദിന് വരുന്നത് ഭാര്യ കാണുന്നില്ല. കാല് നീക്കി വെക്കുന്നു. കാല് നീക്കി വെക്കുന്നു എന്ന് പറയുമ്പോ അപ്പൊ ഭാര്യനെ തൊട്ടിട്ട് ഒതുമുറിഞ്ഞില്ലേ എന്നുള്ള സംശയം വേണ്ട. ഭാര്യ കിടക്കുന്ന സമയത്ത് പുതപ്പൂതച്ചും അതുപോലെ തുണിയെടുക്കുകയല്ലേ കിടക്കുക. തുണിയുടെ മേലെ തൊട്ടാ ഒതുമുറിയൂല എന്ന് മുസ്ലിമീങ്ങൾക്ക് അറിയാമല്ലോ. നബി സല്ലല്ലാഹു അങ്ങനെ കാല് നീക്കി വെച്ചത് ബുഖാരിയിൽ കാണാം. എന്നാൽ അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഭാര്യയുടെ സമീപത്തേക്ക് കയറി വരുന്നു. സൂചി വീണ് പോയിട്ടുണ്ട്. സൂചി നോക്കിയിട്ട് കാണുന്നില്ല. നബി തങ്ങൾ ഇങ്ങ് വരുമ്പോ സുബ്ഹാനല്ലാഹ് അവിടുത്തെ മുഖത്തിന്റെ പ്രകാശം കൊണ്ട് സൂചി കിട്ടുന്നു. ഇവിടെ നിങ്ങൾ കണ്ടോ, ഒരു ഹദീസിൽ നമ്മൾ കണ്ടത് എന്താണ്? ഇരുട്ടുള്ളത് കൊണ്ട് ഭാര്യ കണ്ടില്ല. അതാ നബി തങ്ങൾ സുജൂദ് ചെയ്യുന്നത് കണ്ടില്ല. മറ്റേ ഹദീസ് അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിന് ഹദീസാണത്. അതും പറയുന്നത് ഭാര്യ തന്നെയാണ്. പക്ഷെ അവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നിന്ന് പ്രകാശം. മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. എന്താ അയാള് പറഞ്ഞു? നിങ്ങൾ കേട്ടോ? ഹബീബായ തങ്ങള് നൂറാണ്. നൂറുണ്ടാവുമ്പോഴൊന്നും നേലുണ്ടാവില്ല എന്നാണല്ലോ നമ്മൾ പറഞ്ഞേ. ഫുൾ ടൈം നൂറായതുകൊണ്ട് ഒരു സെക്കൻഡിലും എന്തില്ല, നേലില്ല. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി. അപ്പൊ ഇയാൾക്ക് എന്ത് ചെയ്യണം? നൂറാണ് എന്നതിനെ ഭാഗിക്കണം. അപ്പൊ നൂറുള്ള സമയമുണ്ട്, നൂറില്ലാത്ത സമയമുണ്ട് എന്ന് വെക്കണം. അപ്പോൾ ഇയാൾ പറയാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ ആയിഷാ ബീവി തുന്നിക്കൊണ്ടിരിക്കുകയാണ്, ഇരുട്ടാണ്. അപ്പോഴാണ് എന്താ ചെയ്തത്? സൂചി പോയത്. ഹബീബായ തങ്ങൾ വന്നപ്പോൾ ആ പ്രകാശത്തിൽ എന്ത് കിട്ടി? സൂചി കിട്ടി. അപ്പൊ നൂറാണ് കേട്ടോ. അപ്പൊ നൂറാണ്. ഇയാളൊന്നും LKG പോലും പഠിച്ചില്ല. എന്നിട്ട് നമ്മളോട് പറയാം, ആലിമിനെ ചീത്ത പറയും. ഇയാളോടാ ഈ ആലിം?
ഹബീബായ തങ്ങൾ നൂറാണെന്നുള്ളതിൻ്റെ അർത്ഥം പോലും മനസ്സിലായിട്ടില്ല. നൂറാണ് എന്ന് പറഞ്ഞാൽ ആ നൂറാനിയത്ത് അവിടുത്തെ ഹക്കീക്കത്ത് പറഞ്ഞതാ. അതിൻ്റെ അർത്ഥം ഇങ്ങനെ ലൈറ്റായി കത്തുകയെന്നാ, അതുപോലും മനസ്സിലായിട്ടില്ല. എന്നിട്ട് അയാൾ പറയുകയാണെന്ത്, അപ്പം നൂറായി. ഇനി നൂറല്ലാത്ത സമയപ്പോഴാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കും, ചെറിയ റൂമല്ലേ. അപ്പോൾ ആയിഷാ ബി അവിടെ കിടക്കുന്നുണ്ടാവും. ആയിഷാ ബി ശരിക്കും നീണ്ടിരുന്ന് കിടന്നാൽ സുജൂദ് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല, ചെറിയ റൂമാ. അപ്പോൾ ഹബീബായ തങ്ങൾക്ക് ദീർഘമായ നിസ്കാരാവും. റുക്കൂ കഴിഞ്ഞ് സുജൂദിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അവിടുത്തെ കാല് നീട്ടിയിട്ടുണ്ടാവും ആയിഷാ ബീവി. അപ്പോൾ കാലിനൊന്ന് തോണ്ടും. ആ മൂപ്പരെ സംശയമാണ് ഒതുവറ്റ മുറിഞ്ഞു പോകുമെന്ന്. ആരെ ഒതുവ എങ്ങായി പറയണ മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് മുറിയുന്ന ഒതുവല്ല എങ്ങായി, കഴിവ് കെട്ട വാപ്പാക്കിയല്ലേ. പിന്നെ ഈ ചെങ്ങായിക്ക് എന്താ പറഞ്ഞുകൂടാത്ത, അതാണ് ഇരിക്കട്ടെ. അപ്പോൾ എന്നിട്ട് അവന് ഒപ്പിക്കുക, പുതപ്പ് പുതച്ചല്ലേ കിടക്കുക, അല്ലെങ്കിലോ ഏടുന്ന് എഴുന്നേറ്റ് വരും, അതടക്കട്ടെ. അപ്പം എന്നിട്ട് പറയുന്നത് എന്താ, ആയിഷാ ബീവിക്ക് അവിടെ റസൂലുള്ളാഹിക്ക് പ്രകാശം നൂറുണ്ടെങ്കിൽ കാണൂലേ, കാണുമ്പോൾ തന്നെ കാല് മാറ്റൂലേ. പിന്നെ തോണ്ടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്, കാണാത്തത് കൊണ്ടാണല്ലോ. ഹദീസ് തുടങ്ങണ എങ്ങനെ അറിയോ, ആയിഷാ ബീവി ഉറങ്ങാണ് എന്നാണ്. ഇതാ ഞാൻ പറഞ്ഞത്, ഇവനേതോ കുതിരവട്ടത്ത് കൊണ്ടാക്കേണ്ടിയാണ്. അല്ല, ആയിഷാ ബീവി ഉറങ്ങല്ലേ എങ്ങായി. ഉറങ്ങുമ്പോൾ പിന്നെ ലൈറ്റ് ഉണ്ടായ കാണുമോ? ഉറങ്ങാന്ന് പറഞ്ഞിട്ടല്ലേ ഹദീസ് തുടങ്ങണ്. എന്താ ഈ പറയണത്? അപ്പൊ ഏതാ ഈ നൂറ്? നൂറ് കാരണം ഈ ശരീരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ആ പ്രത്യേക മുഅ്ജിസത്താണോ ഇപ്പറഞ്ഞ നൂറ്? അല്ല, അതിന്റെ ഹഖീഖത്ത് തന്നെ നൂറാണ്. അത് നൂറ് വേറെ ഉണ്ട്. ഇത് ഫുള്ള് നൂറല്ലേ, വജഅൽനി നൂറാന്നല്ലേ. നൂറല്ലാത്ത എന്താ അതിലുള്ളത്? മുഴുവനും നൂറാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നൂറുണ്ടല്ലോ അവിടുത്തെ ഹഖീഖത്ത് നൂറാനിയത്താണെന്ന നെയ്യലില്ല എന്നതിന്റെ കാരണമായ നൂറ് ഒരു സെക്കൻഡ് പോലും ആ നൂറിൽ നിന്ന് ഒഴിവാകൂല. കാരണം അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എവിടെ നിങ്ങളുള്ളത്? അപ്പൊ കണ്ണാടിയാകാൻ നോക്കി, ഒന്നിങ്ങോട്ട് നൂറിനെ തരംതിരിക്കാൻ നോക്കി. അതെല്ലാം കൂടി കണ്ടിട്ട് പിന്നെ വേറൊരു വിശദീകരണം, ഹബീബായ തങ്ങൾക്ക് തീരെ നിയലില്ലെങ്കിൽ ഒരായത്തിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും നിയല് സുജൂദ് ചെയ്യുന്നു. അപ്പം ആ ഫളില് റസൂലിനില്ലാതെ പോകൂലേന്ന് ഓൻ്റെ ഒരു പേടി നോക്കി നിങ്ങൾ. പറയട്ടെ. ആകാശത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. ഫൗഅൻ വകർഹ, അനുസരിച്ചോ അല്ലെങ്കിൽ നിർബന്ധമായോ. വദിലാലുഹും, ആകാശഭൂമികളിലുള്ളതിന്റെ നിഴലും സുജൂദ് ചെയ്യുന്നുണ്ട്. ബിൽ ഉദുവി വൽ ആസാൽ, രാവിലെയും വൈകുന്നേരവും. ഇവിടെ മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു, റൂഹുൽ ബയാൻ തഫ്സീറിൽ കാണാം, ഖാല ബഅദുൽ കിബാരി മിൻ അസ്റാരി ഹാദൽ ആലമി ഇന്നഹു മാ മിൻ ഹാദിദിൻ ഇല്ലാ വലഹു ദില്ലുൻ യസ്ജുദു ലില്ലാഹ്. ഏത് സൃഷ്ടിയുണ്ടോ ആ സൃഷ്ടിക്ക് മുഴുവനും അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്ന നിഴലുണ്ട്. ഇത് റൂഹുൽ ബയാൻ തഫ്സീറിലുള്ളതാണ്. അത് തെറ്റാണെന്ന് പറയാൻ ഇവിടെ പുത്തൻവാദി വരികയാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ അതാ മുഹമ്മദ് നബിക്ക് നിഴലില്ലെങ്കിൽ എല്ലാ വസ്തുവും സുജൂദ് ചെയ്യുന്നുണ്ട് സൃഷ്ടികളെന്ന് പറഞ്ഞപ്പോ നബിക്ക് ആ ബഹുമാനം പോയില്ലേ എന്ന് പുത്തൻവാദി നമ്മളോട് ചോദിക്കുകയാണ്. പുത്തൻവാദി ചോദിച്ചിട്ടില്ല, ഈ പുത്തൻവാദിക്ക് തോന്നിയതാണ്. പുത്തൻവാദിക്ക് മനക്കാൾ അന്തണ്ടല്ലോ. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ചിന്തിക്കണം, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നെയ്യലുണ്ടാക്കാൻ നൊണ്ടി ന്യായങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ റൂഹുൽ ബയാൻ ഉദ്ധരിച്ച റൂഹുൽ ബയാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നെയ്യലില്ല എന്ന് പറയാൻ പേജുകൾ ചെലവഴിച്ച് നൂറാണെന്ന് തെളിയിച്ച് ഏതെങ്കിലും ഒരു ഇരുട്ടിന്റെ അംശം പോലും ആ ദാത്തു ശരീഫിൽ ഇല്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഇസ്മാഈൽ ഹിഖി തങ്ങളുടെ കിതാബാണോ റൂഹുൽ ബയാൻ. അതിന്റെ പേരിലാ കളവ്. എന്താ പറഞ്ഞേ? എല്ലാ വസ്തുക്കളുടെയും നിയൽ സുജൂദ് ചെയ്യും. അപ്പൊ അതൊരു ബഹുമാനമാണ്. തീരെ നിയലില്ലെന്ന് പറഞ്ഞാൽ ഹബീബായ തങ്ങൾക്ക് ആ പറഞ്ഞ ബഹുമാനം ഇല്ലാതെ പോകും. ഏത് മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇനി വേറൊരു ബഹുമാനം ഉണ്ടായിട്ട് വേണമല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇനി ബഹുമാനം കൂടാൻ വല്ലതുണ്ടോ? അത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതല്ലേ.
അവിടത്തെ ഏറ്റവും വലിയ ബഹുമാനം എന്താണെന്നറിയോ? ലാ ളില്ല ലഹു, നിഴലില്ല എന്നുള്ളതാ. നിഴലുള്ളോലെ നിഴല് സുജൂദ് ചെയ്തോട്ടെ, അല്ലേ? ഇപ്പം എല്ലാവർക്കും ബാപ്പാനെ ആദരിച്ച കൂലി, അപ്പം ആദം നബിക്ക് ആ കൂലി ഇട്ടൂല പറഞ്ഞാൽ മൂപ്പർക്ക് ബാപ്പല്ലല്ലോ അതിന്. ഇനിയിപ്പം ഞമ്മക്കൊക്കെ തന്നെ ഇപ്പം പേരോട് തന്നെ പ്രസവിച്ച കൂലി കിട്ടുമോ? ഞാൻ നടത്തലുണ്ടോയെന്ന് അറിയില്ല. അപ്പം എന്താ ഈ പൊട്ടത്തരം പറയണത്? നെയലുള്ള വസ്തുവിൻ്റെ നേല് സുജൂദ് ചെയ്യുന്നായി പറയണത്. നെയ്യലുണ്ടാകണമെങ്കിൽ ആ വസ്തുവിൽ ഏത് വരണം? ലുൽമാനിയത്ത് വരണം. അത് വരാത്ത ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ആ റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ പവർ നെയ്യലില്ല എന്നുള്ളതാ. കാരണം അന്നഹു നൂറുൻ. വായിച്ച കിതാബ് ഞാനൊരു അധ്യായം തന്നെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഖസായിസുൽ കുബ്രയിൽ ഒരു അധ്യായം തന്നെ, ബാബുൽ ആയത്തി ഫി അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ യുറാ ലഹു ദില്ലുൻ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നെയ്യലില്ല എന്നതിൽ പറയുന്ന അധ്യായം, അത് വിശദീകരിച്ച കിതാബിൽ അതിൻ്റെ കാരണം പറയുകയാണ്. ലിഅന്നഹു കാന നൂറാ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറായിരുന്നു. ഇനി ഇമാം ഖസ്തല്ലാനി അവിടുത്തെ അൽ മവാഹിബുൽ ലദുന്നിയയിൽ ഫകാന ഇദാ മശാ ഫി ശംസി അവിൽ ഖമരി ലാ യദ്ഹറു ലഹു ദില്ലുൻ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് പ്രകാശത്തിൽ നിന്നാലും ഒരു നെയ്യലും വരാത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എത്ര കിതാബ് വേണമെങ്കിലും ഞങ്ങൾ ഉദ്ധരിക്കാം. ഇമാം സുയൂത്തി തങ്ങളുടെ അൽ ഖസായിസും ശിഷ്യനായ യൂസുഫ് ശാമിയുടെ സുബുലുൽ ഹുദാ വർ റഷാദും ഇബ്നുൽ ജൗസിയുടെ കിതാബും ജമ്മുൽ വസായിൽ എന്ന മുല്ല അലിയുൽ ഖാരി തങ്ങളെ കിതാബും സുർഖാനി ഇമാം എഴുതിയ അൽ മവാഹിബുൽ ലദുന്നിയുടെ ശറഹും അങ്ങനെ തുടങ്ങി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ പറയാൻ വേണ്ടി എഴുതിയ കിതാബുകളിലൊക്കെയും ഒരു സമയത്തും നിഴലില്ലാത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നിൽക്കുന്ന നേരത്താണ് നമ്മൾ പല ചോദ്യമായിട്ട് പോയത്. മഹല്ലിമാമിൻ്റെ കിതാബൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒക്കെ പൊളിച്ചപ്പോഴാണ് പിന്നെ മുത്തവ്വലായ കിതാബ് എടുത്തു കൊണ്ടുവന്ന്, ദീർഘമായ കിതാബ്. അത് കേട്ടില്ല നിങ്ങൾ? മറന്നുപോയിണ്ടെങ്കിൽ ഒന്ന് കേട്ടോളി, നല്ലതാ. ശ്രീകണ്ഠേശ്വരം പ്രയോഗ ശബ്ദതാരാവലി. ഇത് ശബ്ദതാരാവലി എന്ന് പറയുന്ന വളരെ മുതവ്വലായ ഒരു ഗ്രന്ഥമുണ്ട്, വളരെ വിശാലമായ ഗ്രന്ഥം. ആ ഗ്രന്ഥം എഴുതിയപ്പോൾ അതും എന്റെ കയ്യിലുണ്ട്. ആ ഗ്രന്ഥത്തിൽ പത്മനാഭപിള്ള എന്ന് പറയുന്ന ഒരാള് 1923 അതേ എഴുതി പ്രസിദ്ധീകരിച്ചതാണത്. ഞാൻ ജനിക്കുന്നതിന് എത്രയോ മുമ്പാണ്. ഇനിയിപ്പോ വേണമെങ്കിൽ അതൊക്കെ അതാ പേരോട് കേസ് കൊടുത്തതായിരിക്കും എന്ന് പറയണ്ട. അദ്ദേഹം എഴുതിയ ശബ്ദധാരാവലിയിൽ നിഴലിന് അദ്ദേഹം അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥം നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. അതിന്റെ ശേഷം അതൊന്ന് ചുരുക്കി എഴുതിയതാണ് പ്രയോഗ ശബ്ദധാരാവലി. അതും നമ്മളെ SSFന്റെ പ്രവർത്തകർ എഴുതിയതല്ല. പ്രൊഫസർ വട്ടപ്പറമ്പിൽ ഗോപിനാഥപിള്ള, ഡോക്ടർ പി സേതുനാഥൻ, സമഗ്രം PK മോഹനൻ. അതിന് ഉപദേശക സമിതിയുണ്ട്. പന്മന രാമചന്ദ്രൻ നായർ, VR പ്രബോധനചന്ദ്രൻ നായർ, ഇങ്ങനെ തുടങ്ങി ഉപദേശക സമിതിയുണ്ട്. അത് DC ബുക്ക് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇതേത് മലയാളം അറിയുന്നവർക്കും വാങ്ങി നോക്കാവുന്നതാണ്. ഇതിൽ നിഴൽ എന്ന വാക്കിന് അർത്ഥം പറയുന്നുണ്ട്. അപ്പോ മുതവ്വലായ കിതാബാ, അയാളെ വകയിൽ പറഞ്ഞതല്ല. ശ്രീകണ്ഠേശ്വരത്തിന്റെ കിതാബ് മലയാള ഭാഷ അറിയാൻ നോക്കാം, അതിനൊന്നും നമുക്ക് എതിരില്ല, നമ്മൾ നോക്കണന്നെ. പക്ഷേ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലുണ്ട് എന്ന് പറയാൻ എല്ലാ ഇമാമിയങ്ങളും എല്ലാ ഹദീസിന്റെ കിതാബിലും എല്ലാ മദ്രസയിലും എല്ലാ സിലബസിലും എല്ലാ ഉലമാവും ശംസുൽ ഉലമയുടെ ആദർശത്തിലും ഒന്നിച്ചു പറയുമ്പോൾ അതിന് ഇയാൾ നിഴല് എന്നുള്ളതിന് പ്രകാശ നിഴല് എന്ന് അർത്ഥമുണ്ട്. അങ്ങനെ ഇപ്പോൾ കൊണ്ടുപോയത്. നമ്മൾ ആ കിതാബും പിടിച്ചിട്ട് മുതവ്വലായ കിതാബല്ലേ, അതും പിടിച്ച് നാദാപുരത്ത് ചെന്നു. അത് അൻവർ ഉസ്താദ് പണ്ടേ വാങ്ങിച്ചുകൊണ്ടായിട്ട് പോയാന്. അങ്ങനെ എന്ന് ചോദിച്ചു, ഹദീസിലുണ്ട് പല്ലിയെ കൊല്ലണം. ആ താരാവലി കണ്ട് മറിച്ചിട്ട് പല്ലി എന്നുള്ളതിന് മലയാളത്തിലുള്ള അർത്ഥം വായിച്ച്. പല്ലി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അർത്ഥം പല്ല് നീളമുള്ള ആൾ. ആ പല്ലിയെ കൊല്ലണം എന്ന് പറഞ്ഞാൽ ഇയാളെ കൊല്ലണം എന്നാണോ മായനാഥ്?
ശബ്ദധാരാവലി വായിച്ചിട്ടാണോ ഞങ്ങളുടെ നേതാവ് നൂറും മിൻ നൂരില്ല മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നെയ്യലുണ്ടെന്ന് പറയാൻ എവിടുന്നാണ് ഈ ധൈര്യം വന്നത്? ആരാ നിനക്കിത് പഠിപ്പിച്ചത്? അതിശക്തമായ ചോദ്യമായിരുന്നു നമ്മുടെ. പല സ്ഥലത്തും ഇങ്ങനെ വയന്ന് അന്നൊരു കൊല്ലത്തോളം ഇതിൻ്റെ പിന്നിലായിരുന്നു. നമ്മക്കന്ന് വേറെ വിഷയമില്ലെന്ന് കിതാബുകളൊക്കെ ഒന്നിൻ്റെ പിന്നിൽ ഒന്നായി സർവ്വ കിതാബുകളും ഉദ്ധരിച്ച് നമ്മൾ മുന്നോട്ട് പോയി. അപ്പം ചിലയിടത്തു നിന്നൊക്കെ ഞാൻ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെ റിവേഴ്സിൽ ഇറങ്ങുന്നുണ്ടോ നമുക്ക് തോന്നി. ഉടനെ നമ്മൾ പറഞ്ഞു വരി പൂർത്തിയായിട്ട് വാ. അപ്പൊ ഉടനെ ഇയാൾ അരീക്കോട് പോയി പ്രസംഗിച്ചു. പറയണ്ട, ഞാൻ ആ വിഷയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഞാൻ എന്താണോ നാദാപുരത്ത് പറഞ്ഞത് അത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കേട്ടോളി, തിരുത്തിന്ന് ചിലർ പറയുന്നുണ്ട്. ഓൽക്കുള്ള മറുപടിയാണ്. കേട്ടോളി. കാര്യം പറയട്ടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് വിവരിക്കുമ്പോൾ നാദാപുരത്ത് പ്രസംഗിച്ച പ്രസംഗം അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ ഈ അടുത്ത സമയത്ത് ബുറുദ പ്രസംഗിക്കുമ്പോൾ എന്താണോ നബി തങ്ങളെ കുറിച്ച് പറഞ്ഞത് അത് തന്നെ നാദാപുരത്ത് അന്ന് പ്രസംഗിക്കുമ്പോഴും പറഞ്ഞത്. ഇന്നും എന്റെ കയ്യിൽ CD സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പേരോട് മാറ്റി പറഞ്ഞുവെന്ന് ഇനി മേലിലൊരൊറ്റ മനുഷ്യനും ആണത്തമുണ്ടെങ്കിൽ പറയണ്ട എന്നുകൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ആണത്തുണ്ടെങ്കിൽ ഞാൻ മാറ്റിന്ന് പറയണ്ട ഓല ആൾക്കാരോടാണ്. ഞാൻ മാറ്റിയിട്ടില്ല. ഞാൻ നാദാപുരത്ത് പറഞ്ഞ നെയ്യലുണ്ട്, സൈനബ് ബീവി റളിയല്ലാഹു അൻഹ നേല് കണ്ടിട്ടുണ്ട് എന്നിടത്ത് ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഉറച്ചു നിൽക്കാൻ വേണ്ടി അപ്പോഴല്ലേ ഈ ലൊലാലത്തിലാന്നുള്ളത് ഇവിടെ വ്യക്തമാവുള്ളൂ. പിന്നെങ്ങനെ തിരിഞ്ഞു കളിച്ചത് എന്തിനാ? നേർച്ച മുടങ്ങുന്നുണ്ട്. നേർച്ച ഉണ്ടല്ലോ, ഇപ്പൊ നേർച്ച അല്ല, ഇപ്പൊ ചോർച്ചയേ ഉള്ളൂ. അപ്പം അതാ നടക്കണ, ചോർച്ചയാണ്. നേർച്ച അങ്ങോട്ട് കിട്ടണില്ല. കട ആണേലോ ഫുള്ള് ഭയങ്കര കരച്ചിലാപ്പോ. അന്ന് പറയുന്നുണ്ട് അതാ വലിയ അത്ഭുതമായി പോയി എനിക്ക്. നാളെ തന്നെ പറഞ്ഞോട്ടെ. പറയും. ഒരു വാചകത്തിന് തന്നെ പല അർത്ഥങ്ങളും ഉണ്ടാകുമല്ലോ സുഹൃത്തുക്കളെ. അതനുസരിച്ച് പല മഅനകളും പറയേണ്ടി വരുമല്ലോ. അത് സ്വാഭാവികമാണ്. ഇന്ന് ഞാൻ എന്റെ സിറാജുൽ ഹുദയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മളൊരു സ്റ്റാഫ് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഒരു മദ്രസയിലെ സദർ മുഅല്ലിം കുട്ടികളോട് പറഞ്ഞിരിക്കുന്നു സിറാജുൽ ഹുദയുടെ പെട്ടി പൈസ ഇടണ്ട. അതിന്റെ കാരണം സിറാജുൽ ഹുദ നടത്തുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അള്ളാന്റെ റസൂലിന് നേലുണ്ട് എന്ന് പറയുന്ന ആളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അസൂയന്റെ കടുപ്പം. ഇവിടെ ഈ സ്റ്റേജിലേക്ക് വന്ന അസൂയന്റെ കടുപ്പാണ് അത്. ഏത് മുഅ്മിനീങ്ങൾ ഏതെങ്കിലും കാലത്ത് ആ പൈസ പെട്ടിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതവിടെ വല്ല സുന്നത്ത് ജമാഅത്തുണ്ട് എന്ന് കരുതിയിട്ടോലാവും. ബോധ്യപ്പെട്ട സദർ ഉസ്താദ്, അയാളെ മദ്രസയിലെ സദർ ഉസ്താദ് അല്ല, നമ്മളെ മദ്രസയിലെ സദർ ഉസ്താദ് പറഞ്ഞ അയാൾ അറിയില്ലല്ലോ. അപ്പൊ സദർ ഉസ്താദിന് വരെ അറിയുന്നത്. ആ സദർ ഉസ്താദൊക്കെ നമ്മളൊന്നും വിളിക്കുന്ന ആളാ. ആ സദർ ഉസ്താദ് പറഞ്ഞതാണെന്ത്, മക്കളെ സംഗതി ഇത് സിറാജുൽ ഹുദ മദ്രസ എന്നൊക്കെയാണ് പേര്. ആ പെട്ടിയിൽ 5 പൈസ ഇട്ട് പോകരുത്. കാരണം അയാൾ ആർക്ക് നയലുണ്ടാക്കിയിട്ടുണ്ട്? ഒരിക്കലും നയലില്ലാത്ത മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷഹാദത്ത് മുടക്കിയവന്റെ പെട്ടിയിൽ പൈസ ഇട്ടാൽ നാളെ ആഖിറത്തിൽ കയ്യും കെട്ടി മറുപടി പറയേണ്ടി വരും. സംശയമില്ല. കളിയാരോടാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ശംസുൽ ഉലമയുടെ ആദർശമാണോ ഇയാൾ ഈ പറഞ്ഞത്? ഒരിക്കലുമല്ല. ആ ശംസുൽ ഉലമയുടെ ആദർശം ആ വിഷയത്തിൽ പറഞ്ഞത് AP ഉസ്താദാണ്, സുലൈമാൻ ഉസ്താദാണ്. എൻ്റെ ഗുരു എന്ന് പറയുകയല്ലാതെ അടിസ്ഥാന വിഷയത്തിൽ പോലും സ്വന്തം ഉസ്താദിന്റെ അഭിപ്രായത്തിൽ ഇയാളില്ല. മാത്രമല്ല ആ പരിശുദ്ധമായ ശരീരത്തിലേക്ക് തന്നെ ഇയാൾ കയറി കളിച്ചു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദ് അതാ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു രോമം പോലും കരിഞ്ഞില്ല. കാരണം ഇമാം റാസി എഴുതി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ ആരെ നൂറുണ്ടായിരുന്നു? നൂറു റസൂലില്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൂറുണ്ടായത് കൊണ്ടാണ്
ഇബ്രാഹിം നബിയുടെ ഒരു രോമവും കരിയാതെ പോയത്? മലക്കുകൾ ആദം നബിക്ക് സുജൂദ് ചെയ്തത് എന്തുകൊണ്ട്? ആദം നബിയുടെ മുതുകിൽ ഹബീബായ തങ്ങളുടെ നൂറുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഈ ചങ്ങാതി വന്ന് പ്രസംഗിച്ചു അല്ലാഹുവിന്റെ റസൂലിന്റെ ദാത്തു ശരീഫായ അവിടുത്തെ തിരികേശം കരിയും. ആണോ പറഞ്ഞില്ലേ? വഖാ എന്ന് പറഞ്ഞതിന് അയാൾ അർത്ഥം മാറ്റിയിട്ട് പറഞ്ഞ് വെച്ചുകൊടുക്കും കേൾക്കേണ്ട ആളുകൾ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി കത്തിച്ചാൽ കത്തൂല, അങ്ങനെ ആ കിതാബിൽ പറഞ്ഞിട്ടില്ല. അതിൽ പറഞ്ഞത് തീയിൽ നബിതങ്ങളുടെ ഒരു മുടി വീണാൽ കരിയൂല. തീയിലിട്ടാ കരിയൂല എന്നല്ല, എറിഞ്ഞാ കരിയൂല എന്നല്ല, കത്തിച്ചാ കരിയൂല എന്നല്ല, വീണാൽ കരിയൂല. അതേതുപോലെ ഹദീസിൽ നിങ്ങൾക്ക് മതി ഏതുപോലെ ഇനി ആവശ്യമില്ല, കേട്ട തന്നെ മതി പൊട്ടത്തരം. വീണാൽ കരിയൂല എന്നാണ്, ഇട്ട കരിയൂല എന്നില്ല. ഇടലും വീഴലും നോക്കിയിട്ട് കരിയാത്ത വസ്തുവല്ലത്. അത് കരിയാത്തതിന്റെ കാരണം അത് ആ ദാത്തു ശരീഫിന്റെ അംശമാണ്. ആ ദാത്തു ശരീഫോ നൂറും മിന്നൂരില്ല. അത് കരിക്കാൻ പറ്റിയൊരു കരി ലോകത്തില്ല. വീണാലിട്ടാലൊന്നും ഇതിൽ വ്യത്യാസമല്ല. വഖാ എന്ന് പറഞ്ഞാൽ സംഭവിക്കാന്നാണ്. പോയിന്റ് മുകളിൽ നിന്ന് ഇയാളൊരു ചവിട്ടാൻ ചവിട്ടിയ ഒരാള് നേരെ പൊഴിക്കാണ് വീണ്, അപ്പോഴും പറയാം വഖാ നയൽ വൈദി നയൽ വാദി. രണ്ടായാലും പറയാം വഖാ പറഞ്ഞാൽ സംഭവിച്ചു എന്നതിനർത്ഥമുള്ളൂ. അത് ഉന്തിട്ടാലും പറയാം, സ്വന്തം വീണാലും പോയി. വഖാ പോയിട്ട് ഇനി കിതാബൊക്കെ ഇങ്ങനെ തലതിരിഞ്ഞ് ചാക്കുക. കാരണം ഇയാൾ ആരാ തൊട്ടത്? അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അവിടുത്തെ പ്രത്യേകതകൾ എണ്ണിയിടത്ത്. ലം യഖഉ അലാ ദാത്തിഹി ശരീഫി ദുബാബുൻ. അത് അവിടുത്തെ ഒരു വലിയ വിശേഷണ. അവിടുത്തെ പരിശുദ്ധമായ ദാത്തു ശരീഫിൽ ഈച്ച ഇരിക്കൂല. ഈച്ച ഇരിക്കാൻ പറ്റിയ ശരീരമല്ല അത്. ആ കുറ്റ്യാടി പോയി ഇരിക്കണ്ടിയാ, അത് ആരുടെ ദാത്തിൽ ഇരിക്കാൻ പറ്റൂല. മുഹമ്മദുർ റസൂലുള്ളാഹി ശരീരത്തിൽ ഇരിക്കൂല എന്ന് മാത്രല്ല, ശരീരത്തിൽ ടച്ച് ചെയ്തത് കൊണ്ട് വസ്ത്രത്തിലും ഇരിക്കൂല. വസ്ത്രത്തിൽ ഇരിക്കാത്ത എന്തുകൊണ്ട്? വസ്ത്രം എവിടെ തട്ടി നിൽക്കുന്നു? ജസദു ശരീഫിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഇയാൾ അവിടെ അർത്ഥം വെച്ച എന്താ അറിയോ? ശരീരത്തിൽ ഇരിക്കൂല എന്ന് കിതാബിലില്ല. പിന്നെന്താ ഉള്ളത്? വസ്ത്രത്തിൽ ഇരിക്കൂല എന്നാണ് കിതാബിലുള്ളത്. ഇയാൾ വായിക്കുന്നുണ്ട് എന്ത്? ഫദ്ലൻ അൻ ജസദിഹി ശരീഫ്. എന്തായാലും ശരീരത്തിൽ ഇരിക്കൂല എന്ന് വായിക്കുന്നുണ്ട്. വായിച്ചുകൊണ്ട് പറയാണ്. മുഷാവറയാണ്, മുഷാവറ. മറ്റേ മണ്ണും മിന്നും തിരിയാത്ത ഓന്റെ ഹെഡാത്. നമ്മൾ അണ്ടോണത്തെ മുദരിസില്ലേ, പോയ വഴി കണ്ടില്ല, പോയ സ്ഥലത്ത് പുല്ലുപോലും മുളക്കാത്ത ഓട്ട. എന്താ സംഭവിച്ചത് ഇവർക്കൊക്കെ? വായിക്കുന്നുണ്ട് ഫദ്ലൻ അൻ ജസദിഹി. അല്ലെങ്കിൽ ആളുകൾക്ക് അറിയൂലേ ഈ കുപ്പായത്തിൽ ഇരിക്കൂല എന്ന് പറയാൻ കാരണം എന്താ? ഈ കുപ്പായം എവിടെ ടച്ച് ചെയ്തതുകൊണ്ടാ? ആ ജസദു ഷരീഫിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോളി, എന്തൊരു പൊട്ടത്തരാണ് ഇയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെച്ചു കൊടുക്കുക. പിന്നെ പ്രവാചകന്റെ മുടിയിൽ ഈച്ച പോലുള്ള വസ്തു ഇരിക്കൂല. ഇവിടെ പറഞ്ഞത് അങ്ങനെയല്ല. തങ്ങളെ വസ്ത്രത്തിൽ ഇരിക്കൂല എന്നാണ് ഇവിടെ ഇബാറത്തിൽ ഉള്ളത്. അതിന്റെ അർത്ഥം അത്രയും മഹത്വം അതിനുണ്ട്. വായിച്ചതെന്താ? ഫദ്ലൻ അൻ ജസദിഹി ശരീഫ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ദാത്തു ശരീഫിന്റെ കാര്യം പറയേണ്ടതില്ല. എവിടെ തന്നെ ഇരിക്കൂല. മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ തന്നെ ഇരിക്കൂല. ഇതല്ലേ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ നോക്ക്, ഇവിടെ അടിസ്ഥാന വിഷയത്തിലാണ് പ്രശ്നം. അടിസ്ഥാന വിഷയത്തിലാണ് പ്രശ്നം. അടിസ്ഥാന വിഷയമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഒന്നാമത്തെ വിശേഷണമാണ് നൂറും മിൻ നൂരില്ലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ആദ്യത്തെ വിശേഷണമാണ് നൂറ്. ആ നൂറിനെ ഭാഗിച്ച് ആ നൂറല്ലാതെയാക്കി നേരുണ്ടാക്കാൻ നോക്കി. ആ പുണ്യ ശരീരത്തിൽ ഈച്ചയിരിക്കുമെന്നായി, ആ പുണ്യ ശരീരം കരിയുമെന്നായി. അവിടെയാണ് ഇയാൾ ഒന്നുകൂടി പറഞ്ഞത്. ഇസ്തിഗാസയിലേക്ക് വരേണ്ടതുണ്ട്, അതിനൊന്നുകൂടി സമയമാണ്. ഇൻഷാ അല്ലാഹ് മറ്റന്നാള് തൃപ്പനച്ചി നമ്മളെ വലിയുല്ലാഹി മഹാനനായ തൃപ്പനച്ചി ഉസ്താദിന്റെ സമീപത്താണ്. അവിടെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയാം.
ഇയാൾ ഷഹാദത്ത് നഷ്ടപ്പെടാനുള്ള എല്ലാ സംഭവവും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടി വെച്ചു കൊടുക്ക്, എന്നിട്ട് ബാക്കി നമുക്ക് പറയാം. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരം എടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബി തങ്ങളോട് പറയാണ്, ഓ നബിയെ, തങ്ങൾ വീട്ടിൽ തരാൻ, അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം. അവിടെ ഹബീബായ ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹ്, എല്ലാ കഴിവുകളും അല്ലാഹ് നൽകിയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ഇവര് മത്സരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു കഴിവുമില്ല എന്ന് പറയാൻ വേണ്ടി പേരോടിന്റെ ശിഷ്യന്മാര് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്.